എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കച്ചയാണ്. കച്ച ഇപ്പോ ചോറിനോട് ഓരോന്ന് സംസാരിക്കുമ്പോൾ ഇവിടെയല്ല വർഷങ്ങൾക്ക് മുന്നേ ആ പബ്ബിൽ വെച്ച് താൻ കണ്ട് സംസാരിച്ചത് എന്ന് അവന് തോന്നുന്നുണ്ട്. ആക്ച്വലി അന്ന് ഒരു പരിചയം ഇല്ലാതിരുന്ന കച്ചയോട് അവൻ ഡെസ്പായിരിക്കുന്നത് കണ്ട് ഓൾറെഡി ഡെസ്പായി ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരുന്ന ചോൻ അവിടെ കച്ചയോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. ആക്ച്വലി അപ്പൊ അവള് ആ ഒരു വർത്താനം പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു താല്പര്യം കണക്ക് അവളെ നോക്കിയിരിക്കുന്നതും കൂടെ സംസാരിക്കുന്നതും അവൾ കാണിക്കുന്നത് കണ്ട് ചിരിക്കുന്നതും സെൽഫി എടുക്കുന്നതും കാണാം. എന്തായാലും ഡ്രിങ്ക്സ് അടിച്ച് അവളാകെ ഫിറ്റായി പോകുമ്പോഴേക്കും അവൻ തന്നെയാണ് അവിടെയുള്ള ഒരു റൂമിന്റെ അവിടെ അവളെ കൊണ്ട് കിടത്തുന്നത്. അവൾ അങ്ങനെ ബോധമില്ലാതെ കിടക്കുമ്പോൾ അവൻ അവളെ ഒരുമാതിരി നോക്കുന്നുണ്ടായിരുന്നു. ശേഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷെ ആ കിടന്ന കിടപ്പ് പിന്നെ ബോധം തെളിഞ്ഞ് എണ്ണീറ്റ ചോൻ അവളുടെ ദേഹത്ത് വസ്ത്രമൊന്നും ഇല്ലാത്തതും അവളുടെ തൊട്ടടുത്ത് ചായുത്ത് കിടക്കുന്നതുമാണ് കണ്ടത്. അന്ന് ചായുത്ത് അവൾക്ക് ഒരു സ്ട്രേഞ്ചർ ആയിരുന്നു, അവനെ പറ്റി പേര് പോലും അറിയില്ലായിരുന്നു. എന്തായാലും അതിനുശേഷമാണ് അവൾ പ്രഗ്നന്റ് ആണെന്ന കാര്യം അറിയുന്നതും കുഞ്ഞുണ്ടാവുന്നതും സിംഗിൾ മദറായി കുഞ്ഞിനെ അവൾക്ക് നോക്കേണ്ടി വന്നതും ഒക്കെ. എന്ത് ട്വിസ്റ്റ് ആണ് അന്ന് ആ മുറിയിൽ സംഭവിച്ചത് എന്ന് നമുക്കിനിയും അറിയാനായിട്ടുണ്ട്. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പൊ ഒന്നിച്ചൊരു അപ്പാർട്ട്മെന്റില് കുഞ്ഞുമായിട്ട് ചോനും കാസയും ഒക്കെ കൂടി താമസിക്കുമ്പോൾ ആക്ച്വലി ചോനും കാസയും തമ്മിൽ ഒരുപാട് രസകരമായ നിമിഷങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. കാസയ്ക്ക് ഓൾറെഡി ചോനിനെ ഇഷ്ടമാണ്. പക്ഷെ ചോന്റെ ഉള്ളിൽ കാസയോട് ഒരു താല്പര്യം തോന്നുന്ന കണക്ക് തന്നെ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാം. പക്ഷെ അവർ ഉള്ളിലുള്ള ആ ഒരു കാര്യങ്ങളൊന്നും പരസ്പരം ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഓഫീസിൽ ഇപ്പോഴും ചോൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അവിടെ വീണ്ടും ചില പ്രശ്നങ്ങൾ ചോന് ഉണ്ടാക്കാനായി റിൻ ശ്രമിക്കുന്നുണ്ട്. അവൾ അവിടെ അതിനായിട്ട് അവിടെ ജോലി ചെയ്യുന്ന അവളുടെ ഫ്രണ്ടിന്റെയും ചായത്തിന്റെ അമ്മയുടെയും കൂടി സഹായത്തോടു കൂടി അവിടെ ഇവരുടെ വെഡിങ്ങിന്റെ എക്സ്പെൻസിനായി കമ്പനി ഏൽപ്പിച്ച ഒരു ചെക്ക് ചോൻ മോഷ്ടിച്ചു എന്ന രീതിയിൽ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. ചോന്റെ അവിടെ വെച്ചിരുന്ന ബാഗിൽ നിന്ന് ആ ചെക്ക് എല്ലാവരുടെ മുന്നിൽ കണ്ടെടുത്ത് അവളെ അങ്ങനെ കള്ളി എന്ന മുദ്ര കുത്തി കമ്പനിയിൽ നിന്ന് നാണം കെടുത്തി പുറത്താക്കാനെ നോക്കുമ്പോൾ ഈ സംഭവങ്ങൾ തുടങ്ങുന്ന സമയത്ത് അവിടെ കാസ ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരു സ്റ്റാഫ് വേഗം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാസയെ അറിയിക്കുമ്പോൾ അവൻ വേഗം ഓടിപ്പാഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തുടർന്ന് അവൻ അവിടെ അവരോട് എതിർത്ത് ചോനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ചോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും നിങ്ങളൊക്കെ കൂടി എന്റെ കമ്പനിയിലെത്തി എന്റെ ഗേൾ ഫ്രണ്ടിനെ അവൾ ഇവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്യുമ്പോൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കാനായി ശ്രമിക്കുന്നതെന്നും എല്ലാം കാസ ഷൗട്ട് ചെയ്യുമ്പോൾ തൽക്കാലത്തേക്ക് നീ കമ്പനി നോക്കുന്നേ ഉള്ളൂ, എന്തായാലും സ്വത്തൊന്നും നിന്റെ ഒന്നും പേരില്ല വിഭജിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴും ഈ കമ്പനി എന്റെ ഹസ്ബൻഡിന്റെ കമ്പനി തന്നെയാ, അതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ ഇടപെടുമെന്നും പറഞ്ഞ് ചായത്തിന്റെ അമ്മ കാസയോട് തിരിച്ച് ഷൗട്ട് ചെയ്യുന്നു. പക്ഷെ കാസ ചോനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തന്നെ അവരോട് എതിർക്കുന്നുണ്ട്. ഇത് തന്റെ കമ്പനിയാണ്, ഇപ്പോ താനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോവാനേ. സാധാരണ ചായത്തിന്റെ അമ്മ എന്തു പറഞ്ഞാലും അത് അവനെ ഇൻസൾട്ട് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ കേൾക്കാറുള്ള അവൻ ഇപ്പൊ ഭയങ്കര ദേഷ്യത്തില് സംസാരിച്ചു. അവന്റെ ആ ഒരു റിയാക്ഷൻ അവർക്ക് തന്നെ ഭയങ്കര ഞെട്ടലായിരുന്നു. ഇവൾക്ക് വേണ്ടി ഇവൻ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി എന്ന ആ ഒരു ചിന്തയിൽ അവർ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ഭയങ്കര സങ്കടപ്പെട്ട് മാറി നിന്ന് കരയുകയായിരുന്നു ചോൻ. എന്താ എന്റെ ലൈഫിൽ മാത്രം എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത് എന്നോർത്ത് അവൾ സങ്കടപ്പെടുമ്പോഴേക്കും അവളെ കാസ എത്തി സമാധാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി എന്നെ എന്തിനിങ്ങനെ വേട്ടയാടുന്നത്, എന്റെ ലൈഫ് തകർത്തത് ആ കുടുംബമാണെന്നും പറഞ്ഞ് അവളിങ്ങനെ ആ ഒരു കുഞ്ഞിന്റെ കാര്യം വെച്ച് തന്നെ അവൾ പോലും അറിയാതെ അവളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ആ ഒരു കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് അവൾ പറയുന്നത് കൊണ്ട് തന്നെ അതൊന്നും കാസയ്ക്ക് മനസ്സിലായില്ലെങ്കിലും തന്റെ ഫാമിലി ശരിയല്ല എന്നത് കാസയ്ക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ ഞാനും ആ ഫാമിലിയെ വല്ലാതെ വെറുക്കുന്നുണ്ട്, അവർക്കൊന്നും ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം എന്ന കാര്യങ്ങൾ പോലും അറിയില്ല എന്ന് പറഞ്ഞ് അവന്റെ സങ്കടങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ പക്ഷെ അതൊന്നും ഓർത്തവൾ സങ്കടപ്പെടരുത് എന്നവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. കൂടെ എന്ത് വന്നാലും അവൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. അതിനുശേഷം റിന്നും ചോനിട്ട് ഇപ്പൊ പണി കൊടുക്കാനായി റിന്നിനെ സഹായിച്ച ചോന്റെ ആ ഒരു കൊളീഗായ റിന്നിന്റെ ഫ്രണ്ടും കൂടി ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നത് ചോനും അവളുടെ കൊളീഗും കേൾക്കുന്നുണ്ടായിരുന്നു. അവരാകട്ടെ അത് ചോദ്യം ചെയ്യുന്നുണ്ട്. റിന്നിനോട് ചോൻ എന്തിനാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ വേട്ടയാടുന്നത്, ഇതിൽ എന്ത് കിട്ടുന്നു എന്നെല്ലാം തിരക്കുമ്പോൾ ഇത് താൻ കാസെ അറിയിക്കുമെന്നും കൂടി ചോൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന റിന്നിന് ഭയങ്കരമായി ദേഷ്യം വരികയും ചോനെ അടിച്ച് നീ ആരോടെന്ന് വെച്ചാൽ പോയി പറഞ്ഞു കൊടുത്തോ, എനിക്കൊരു ചുക്കുമില്ല എന്നുള്ള മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കച്ചയാണ്. അവനാകട്ടെ കയ്യിലൊരു ബ്രേസ്ലെറ്റും വെച്ച് ചില കാര്യങ്ങൾ ആലോചിക്കുന്നു. ഡ്രിങ്ക്സ് അടിച്ച് ബോധം പോയിട്ടുണ്ടായിരുന്ന ചോനെ കച്ച ഒരു റൂമിൽ കൊണ്ട് കിടത്തുന്നത് വരെ നമ്മൾ കണ്ടിരുന്നല്ലോ. അവൻ ആ മുറിയിൽ നിന്ന് പോയിരുന്നു. പിന്നീട് അവൻ ആ മുറിയിലേക്ക് അടുത്ത ദിവസം രാവിലെയാണ് തിരിച്ചെത്തുന്നത്. അപ്പോഴേക്കും ആ മുറിയിൽ അവൻ കഴിഞ്ഞ ദിവസം രാത്രി കിടത്തിയ ചോൻ ഉണ്ടായിരുന്നില്ല, മറിച്ച് ആ റൂമിൽ ചായുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ പെട്ടെന്ന് ഷർട്ടൊക്കെ എടുത്തിട്ട് ഉറക്കത്തിൽ നിന്ന് എണ്ണിട്ട് പോകുന്നതാണ് കച്ച കാണുന്നത്. അത് കണ്ട് കച്ച ഇവനെപ്പോ ഇവിടെ എത്തി, ഇവിടെ ഞാൻ ആ പെണ്ണിനെ അല്ലേ കൊണ്ട് കിടത്തിയത്, അവൾ എവിടെ പോയി എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും ഒരു ബ്രേസ്ലെറ്റ് താഴെ കിടക്കുന്നത് കാണുന്നു. അതൊരു പെൺകുട്ടി ധരിക്കുന്ന ബ്രേസ്ലെറ്റ് ആണെന്ന് മനസ്സിലാക്കി കച്ച അത് കയ്യിലെടുത്ത് വെച്ചിരുന്നു. കാരണം അത് അവനിവിടെ കൊണ്ട് കിടത്തിയ ആ പെൺകുട്ടിയുടെ ബ്രേസ്ലെറ്റ് ആകുമെന്ന് അവന് തോന്നിയിരുന്നു. എന്തായാലും ഇപ്പോഴും ആ ബ്രേസ്ലെറ്റ് അവന്റെ കയ്യിലുണ്ട്. അവൻ ആ ബ്രേസ്ലെറ്റും ഒപ്പം അന്ന് ചോന്റെ കൂടെ എടുത്ത സെൽഫി പ്രിന്റ് എടുത്തും ഇപ്പൊ നേരെ ചോന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചോന്റെ അച്ഛനെ കാണുമ്പോൾ നിങ്ങൾ ആ സെലിബ്രിറ്റി അല്ലേ എന്തെവിടെയും ചോദിച്ച് ചോന്റെ അച്ഛൻ സംസാരിക്കുമ്പോഴേക്കും ഞാൻ ചോന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന കച്ച ഇവർ തമ്മിൽ പണ്ടേ സൗഹൃദമുണ്ടെന്ന് കാണിക്കാനായി ആ ഒരു ഫോട്ടോ ഒക്കെ കാണിക്കുന്നുണ്ട്. കൂടാതെ സംസാരിച്ച് അച്ഛന്റെ വായിൽ നിന്ന് ചോന്റെ കുഞ്ഞിനെ പറ്റിയുള്ള കാര്യങ്ങൾ കച്ച പുറത്തു കൊണ്ടുവരുന്നു. അതായത് 5-6 വർഷങ്ങൾക്ക് മുന്നേ ചോൻ ഇങ്ങനെ ഒരു പബ്ബിൽ പോയപ്പോ അവിടെ അറിയാതെ സംഭവിച്ച കാര്യങ്ങൾക്ക് അവൾക്ക് പിന്നീട് പ്രഗ്നന്റ് ആണെന്ന് അറിയേണ്ടി വന്നു. അതിനുശേഷം കുഞ്ഞിനെ അവൾക്ക് പ്രസവിച്ച് വളർത്തേണ്ടി വന്നു എന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ കേൾക്കുന്ന കച്ച അപ്പൊ അന്ന് ചായത്താണ് ചോന്റെ കൂടെ ആ മുറിയിൽ ഉണ്ടായിരുന്നത്, അപ്പൊ ഇത് ചായത്തിന്റെ കുഞ്ഞാണല്ലോ എന്ന കാര്യം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ അതിനെപ്പറ്റി നേരെ ചോറിനോട് സംസാരിക്കാനായി അവൾ ഇപ്പൊ താമസിക്കുന്ന കാസയുടെ അപ്പാർട്ട്മെന്റിലേക്ക് കച്ച പോന്നു. അവൻ എത്തുമ്പോഴേക്കും ഡോറ് തുറക്കുന്ന
നോക്കുന്നത് ചോനാണ്. ചോനോട് നിനക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് അവൻ തിരക്കുമ്പോ അവൾക്ക് എന്ത് ചോദിക്കുന്ന കച്ചയല്ലേ എനിക്ക് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴല്ല പരിചയപ്പെടുന്നത്, 5-6 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞു, പക്ഷെ നിനക്ക് എന്നെ ഒരു ഓർമ്മയില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ് അവൻ അവളോട് സംസാരിക്കുകയും ആ ഫോട്ടോ കാണിക്കുകയും ചെയ്യുമ്പോൾ ആക്ച്വലി അന്ന് ഡ്രിങ്ക്സ് അടിച്ച് ആകെ ഫിറ്റ് ആയിരുന്ന സമയത്താണ് അവൾ ആക്ച്വലി കച്ചയോട് സംസാരിച്ചു തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളും അവൾക്ക് ഓർമ്മയില്ല. ആകെപ്പാടെ ഉറക്കമുണർന്നപ്പോ അടുത്ത് ചായുത്തിനെ കണ്ടത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. എന്തായാലും അവൾ അത് കേട്ട് അന്തം വിട്ട് നിൽക്കുമ്പോഴേക്കും ആ ഫോട്ടോ കാണിച്ച് ആ ബ്രേസ്ലെറ്റ് കാണിച്ച് അവളോട് സംസാരിക്കുന്നവൻ പെട്ടെന്ന് തന്നെ കുഞ്ഞിന്റെ അച്ഛൻ ചായുത്തല്ലേ എന്ന കാര്യവും എടുത്തടിച്ച് ചോദിക്കുന്നുണ്ട്. അതും കൂടി കേൾക്കുമ്പോൾ ആകെ ഷോക്കാവുന്നവൾ എന്തെങ്കിലും പറയും മുന്നേ അങ്ങോട്ടേക്ക് കാസ് വരുന്നത് കണ്ട് കച്ച ഒന്നും തന്നെ കാസയോട് പറയരുതെന്ന രീതിക്ക് അവനെ തടയുന്നുണ്ടായിരുന്നു. എന്തായാലും കച്ച ഒന്നും തന്നെ കാസയോടൊപ്പം പറയാൻ നിൽക്കുന്നില്ല. പിന്നീട് അന്ന് രാത്രി കോണാകട്ടെ മേയെ അവളുടെ വീടിന്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്യാനായി പോവാണ്. ഈ ടീം കാറിലിരുന്ന് അവളെ കിസ് ചെയ്യുന്നതൊക്കെ തന്നെ പുറത്തുനിന്ന് അവളുടെ അച്ഛൻ കണ്ടിരുന്നു. അവൾ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അച്ഛൻ അതിന്റെ പേരിൽ അവളോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അയാൾ ആ ബിസിനസ് ഫാമിലിയിലല്ലേ മൂത്തമോൻ, അയാൾ കല്യാണം കഴിച്ചല്ലേ, നീ എന്തേ കാണിക്കുന്നൊക്കെ ചോദിച്ച് അച്ഛൻ ദേഷ്യപ്പെടുമ്പോഴേക്കും അച്ഛൻ ചുമ്മാ എന്നെ ഭരിക്കാൻ വരാതെ ആരുടെയോ കൊച്ചിനെ പ്രസവിച്ച് ജീവിക്കുന്ന സ്വന്തം മൂത്ത മോളെ പോയി ഭരിക്കും. അവളിപ്പോ ആ കാസയുടെ കൂടെ കുഞ്ഞുമായിട്ട് ഒന്നിച്ച് ജീവിക്കുക, അത് അച്ഛൻ അറിയാവോ, അച്ഛനോട് കള്ളം പറഞ്ഞല്ലേ അവൾ ഇവിടെ നിന്ന് താമസം മാറിയതെന്നെല്ലാം മേ ഷൗട്ട് ചെയ്യുമ്പോഴാണ് അച്ഛൻ അത് കേട്ട് ഞെട്ടുന്നത്. ആക്ച്വലി അവിടുത്തെ ജോലി കാരണം തന്റെ അച്ഛന്റെ ഭാഗത്ത് നിന്ന് ചോണിന് പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് അവളെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെയായി കാസ ഇപ്പോ കൂടെ കൂട്ടിയിരിക്കുന്നത്. കൂടാതെ ഇവർ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാതെ ജോലി സംബന്ധമായി തിരക്കുകൾ ഉള്ളതുകൊണ്ട് കുഞ്ഞുമായിട്ട് കമ്പനിയുടെ അടുത്തൊരു വീട്ടിൽ താമസിക്കുന്നു എന്ന രീതിക്കാണ് ചോൻ അച്ഛനോട് പറഞ്ഞിരുന്നത്. ഇപ്പോ മെയ് പറയുമ്പോഴാണ് അച്ഛൻ ഈ കാര്യങ്ങൾ അറിയുന്നത്. അങ്ങനെ കാസയും ചോനിനെയും കാണുമ്പോഴേക്കും കുഞ്ഞ് സ്കൂളിൽ പോകാനേ റെഡിയാണ്. ഈ ടീം അവന് ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇട്ടുകൊടുത്ത് കാസ അവനെ ഒരുക്കാൻ നോക്കുമ്പോൾ അവൻ അതൊക്കെ ഊരിക്കളഞ്ഞ് കാസയുടെ അടുത്ത് തമാശ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ചോനാണ് ചെന്നതൊക്കെ ഇട്ടുകൊടുക്കുന്നത്. ഈ ടീം അവൻ ചോനൊരു ഉമ്മ കൊടുത്ത് സ്കൂളിൽ പോകാനേ ഇറങ്ങുമ്പോഴേക്കും കാസ ഞാനും ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങുക എന്ന രീതിക്ക് ഒരു ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഇൻഡയറക്റ്റ് ആയി അവളോട് തമാശ കാണിക്കുമ്പോൾ അവൾ ഇങ്ങനെയൊക്കെ ഇവൻ പറയുന്നത് കേട്ട് അന്തം വിട്ടിരിക്കുകയാണ്. എന്തായാലും അപ്പോഴേക്കും അവൻ കുഞ്ഞിനെ ഡ്രോപ്പ് ചെയ്ത് നേരെ അമ്മയെ കാണാനായി അച്ഛന്റെ ബംഗ്ലാവിന്റെ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവൻ അവിടെ പുറത്ത് അമ്മയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചോനിന്റെ അച്ഛൻ എത്തുന്നുണ്ടായിരുന്നു. ചോന്റെ അച്ഛന് കാസയുടെ അപ്പാർട്ട്മെന്റ് അറിയില്ല, അതുകൊണ്ട് ഇവിടെയാണ് ചോൻ ഉള്ളതെന്ന് കരുതിയാണ് ഇങ്ങോട്ടേക്ക് വന്നിപ്പോ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്റെ മകളെ നിങ്ങളുടെ മകൻ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കാസയുടെ അമ്മയോട് ചോനിന്റെ അച്ഛൻ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ മകനാണ് എന്റെ മകനെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് കാസയുടെ അമ്മയും ഷൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ ഇവിടെ ബഹളം വെച്ചോണ്ടിരിക്കുമ്പോഴേക്കും ബംഗ്ലാവിനകത്ത് ചായത്തുണ്ട് റിന്നു ഉണ്ട്. അവിടെ ചായത്തിന്റെ റിന്നിന്റെ മാരേജിന് വേണ്ടിയുള്ള പത്രികയും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കുന്നതിനെ പറ്റി അച്ഛനും അമ്മയായിട്ടൊക്കെ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടീം കച്ച ചായത്തിനെ കാണാനേ വന്നിരുന്നു. അവൻ ചോറിന്റെ കുഞ്ഞ് ചായത്തിന്റെ കുഞ്ഞാണെന്ന കാര്യം ചായത്തിനോട് പറയാനേ ഒരുങ്ങാണ്. എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പുറത്ത് ഭയങ്കരമായിട്ട് ബഹളം കെട്ടി ഇവരെല്ലാം ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. കച്ചയ്ക്കൊന്നും പറയാനും സാധിച്ചില്ല. അങ്ങനെ ഇവരൊക്കെ പുറത്തിറങ്ങി ചെല്ലുമ്പോഴേക്കും ചോൻ അങ്ങോട്ടേക്ക് പ്രശ്നം നടക്കുന്നത് അറിഞ്ഞു വന്നിരുന്നു. അവൾ അച്ഛനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായി നോക്കുമ്പോൾ അച്ഛൻ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് ഭയങ്കരമായി തന്നെ ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്ന ചായത്തിന്റെ അമ്മ ദേ കണ്ടില്ലേ നിങ്ങളുടെ തല തെറിച്ച ഇളയ മകൻ കാരണം ദേ വീട്ടിൽ ആൾക്കാർ വന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥയായി എന്നൊക്കെ പറഞ്ഞു അപ്പോഴും കാസയെ കുറ്റപ്പെടുത്താനായി ആ ഒരു അവസരം ഉപയോഗിക്കുന്നു. അങ്ങനെ അവിടെ ഇപ്പൊ വലിയ പ്രശ്നം നടക്കുകയാണ്. ഒരു ഭാഗത്ത് ചോന്റെ അച്ഛൻ ഭയങ്കര കലിപ്പില്, മറുഭാഗത്ത് കാസയുടെ രണ്ടാനമ്മയും അച്ഛനും. അങ്ങനെ ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ആക്ഷേപിച്ച് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് കേട്ട് സത്യങ്ങൾ അറിയാവുന്ന കച്ച ആദ്യം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അവന്റെ കൺട്രോൾ പോകുന്നു. അവനാകട്ടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ചോന്റെ കുഞ്ഞ് ചായത്തിന്റെ കുഞ്ഞാണെന്ന കാര്യം പറയാണ്. അതായത് ആ കുഞ്ഞിന്റെ അച്ഛൻ ചായത്താണെന്ന് അവൻ അവിടെ വെളിപ്പെടുത്തുമ്പോൾ അത് കേട്ട് എല്ലാവരും ഷോക്കാവുന്നു. ചായത്തൊക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കാണ്. അവൻ ഈ കാര്യം ഇങ്ങനെ തുറന്നു പറഞ്ഞത് കേട്ട് ചോനും ആകെ സ്തംഭിച്ചു പോകുന്നു. എന്തായാലും ചായത്ത് നീ എന്തേ പറയുന്നതെന്ന് കച്ചയോട് ചോദിക്കുമ്പോഴേക്കും അതേടാ ആ കുഞ്ഞ് നിന്റേതാ, 6 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ പബ്ബിൽ അടിച്ചു പൊളിക്കാൻ പോയ ഒരു കാര്യം നിനക്ക് ഓർമ്മയില്ലേ? അന്ന് അവിടെ ഇവളെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. ഡ്രിങ്ക്സ് അടിച്ച് ബോധം പോയ ചോനെ കൊണ്ട് കിടത്താനായി ഞാൻ കൊണ്ടു ചെന്നത് നീ സ്റ്റേ ചെയ്യുന്ന റൂമിലാണ്. ഞാൻ അവിടെ അവളെ കിടത്തിയിട്ട് പോയി. പക്ഷെ പിന്നീട് അടുത്ത ദിവസം രാവിലെ ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. നീയാണെങ്കിൽ പതിയെ ഉറക്കുണ്ടാർന്ന് ഷർട്ടൊക്കെ എടുത്തിട്ട് അപ്പോഴും ആ ഒരു ഹാങ് ഓവറിൽ പോവായിരുന്നു. അപ്പൊ അന്ന് രാത്രി നിങ്ങൾ രണ്ടുപേരുമായിരുന്നു ആ ഒരു മുറിയിൽ ഉണ്ടായിരുന്നത്. രണ്ടുപേരും ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ലാത്തതാവാം. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷമാണ് ചോൻ പ്രഗ്നന്റ് ആയത്. ആ കുഞ്ഞ് നിന്റേതാണെന്ന് കച്ച പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദ്യം ചായത്തിന് ഷോക്കാണെങ്കിലും അവന് അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. വെറുതെ അല്ല ചോനെ കാണുമ്പോൾ എവിടെയോ കണ്ടു മറന്ന ഒരു ഫീൽ അവന് വരുന്നതെന്ന്. കാരണം അവളാകട്ടെ ആ ഒരു മയക്കം ഉണർന്ന് അവനെ അടുത്ത് കണ്ടപാടെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോയെങ്കിലും ചെറിയൊരു മിന്നായം പോലെ ആ ഒരു ഹാങ് ഓവറിൽ അവൻ എന്തോ ഒരു കാര്യം അവിടെ കണ്ടിരുന്നു. ഒരു പെൺകുട്ടി അവന്റെ അടുത്ത് നിന്ന് പോകുന്ന കണക്ക്. ആ മുഖം ഒരുപാട് വ്യക്തമായിട്ടല്ലെങ്കിലും ഒരു മിന്നായം പോലെ കണ്ടത് ഇപ്പൊ അവൻ ഓർത്തെടുക്കുന്നുണ്ട്. അവൻ അവിടെ നിൽക്കുന്ന ചോറിനോട് ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് പിന്നെ മറച്ചു പിടിക്കാനൊന്നുമില്ല. അതെ ഇതെല്ലാം സത്യമാണ്, കുഞ്ഞ് ചായത്തിന്റേതാണ് എന്ന് അവൾ അവിടെ വെച്ച് പറയുന്നു. എന്തായാലും ഈ കാര്യങ്ങൾ കേട്ട് കാസ ആകെപ്പാടെ നെഞ്ചു പൊട്ടി നിൽക്കാണ്. കാരണം അവൻ ചോറിനെയും അവളുടെ കുഞ്ഞിനെയും അവന്റെ ലൈഫിലേക്ക് കൂടെ കൂട്ടാനായി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അല്ലെ. റിന്നിന്റെയും ചായത്തിന്റെയും ഫേക്ക് ആയിട്ടുള്ള ഒരു മാരേജ് ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നതെങ്കിലും റിന്നു ഈ കാര്യം കേട്ട് ഭയങ്കരമായിട്ട് അവിടെ കരഞ്ഞ് അഭിനയിക്കുകയാണ്. എല്ലാവരുടെ മുന്നിൽ അവളുടെ ലൈഫ് തകർന്നു എന്ന രീതിയിൽ സിമ്പതി കിട്ടാനായി, പ്രത്യേകിച്ച് കാസയുടെ സിമ്പതി കിട്ടാനായിട്ടാകാം. അപ്പോഴേക്കും
ചായത്താകട്ടെ അമ്മയോടും അച്ഛനോടും തനിക്ക് റിന്നിനെ കല്യാണം കഴിക്കാനായി സാധിക്കില്ലെന്നും താൻ തന്റെ കുഞ്ഞിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കുഞ്ഞിന്റെയും ചോറിന്റെയും കൂടെ ഇനി ജീവിക്കാൻ പോവുകയാണെന്ന് അറിയിക്കുമ്പോൾ അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് എന്ന അച്ഛൻ അവനെ തടയാണ്. കാരണം ഈ പറയുന്നതൊക്കെ സത്യമാണോന്ന് അറിയില്ലല്ലോ. ഒരു DNA ടെസ്റ്റ് എടുത്ത ശേഷം മാത്രം അതിന്റെ റിസൾട്ട് വന്ന ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് അച്ഛൻ അവനോട് പറയുന്നുണ്ട്. എന്തായാലും കാസയുടെ മുന്നിൽ ഭയങ്കരമായി കരഞ്ഞഭിനയിച്ച് റിൻ നിൽക്കുമ്പോൾ കാസയെ അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയാത്ത രീതിയിൽ നിൽക്കുകയാണ്. കാരണം ഇവ ഫേക്ക് ആയിട്ടാണ് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നൊന്നും കാസയ്ക്ക് അറിയില്ലല്ലോ. ഇതിൽ അവളുടെ അഭിനയത്തിൽ അവനിങ്ങനെ അവളെ സമാധാനിപ്പിച്ച് നിൽക്കുന്ന കാഴ്ച കാണുന്ന ചോറിന് ഇച്ചിരി സങ്കടാവുന്നുണ്ട്. കാരണം അവൾക്ക് കാസയുടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ. ഒരിക്കലും ഇപ്പൊ ചായുത്തിന്റേതാണ് കുഞ്ഞെന്നും പറഞ്ഞ് ചായുത്തിന്റെ ലൈഫിലേക്ക് ചെല്ലണം, ഇവരുടെ വിവാഹം മുടക്കണമെന്നൊന്നും അവൾ വിചാരിച്ചിരുന്നതല്ല. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെ എന്തായാലും ഇനി അവർക്കിടയിൽ താനൊരു പ്രശ്നമാവരുതെന്ന് ഈ ഒരു കാഴ്ച കണ്ട് അവളും കരുതുന്നു. അങ്ങനെ കുഞ്ഞപ്പോഴേക്കും ചായുത്തിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. എത്രയൊക്കെയാണെങ്കിലും അയാളുടെ പേരക്കുട്ടി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചായുത്തിന്റെ അച്ഛന് കുഞ്ഞിനോട് ഒരു സോഫ്റ്റ് കോർണർ കണക്കുണ്ട്. കാരണം അടുത്ത അനന്തരാവകാശിയാണല്ലോ. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ വിളിക്കാനായി ചോനെത്തുമ്പോൾ കുഞ്ഞിനെ അവളുടെ കൂടെ വിടാൻ സാധിക്കില്ലെന്നും കുഞ്ഞിനെ അവർ നോക്കിക്കൊള്ളാമെന്നും അയാൾ പറയുമ്പോൾ അത് എങ്ങനെ നടക്കും, ഈ കുഞ്ഞിനെ ഇത്രയും നാൾ നോക്കിയത് ഞാനല്ലേ, എനിക്ക് കുഞ്ഞിനെ ഇവിടെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് അവൾ തർക്കിക്കുമ്പോൾ അത് കേൾക്കുന്ന ചായത്ത് കുഞ്ഞിവിടെ നിൽക്കട്ടെ, നീ ഇവിടെ നിന്നോ എന്ന് ചോറിനോട് പറയുമ്പോൾ അവനെ തട്ടി മാറ്റുന്ന അവൾ, എനിക്ക് നിങ്ങളോട് യാതൊരുവിധ പ്രണയവും ഒന്നുമില്ല, പിന്നെ നിങ്ങൾ കുഞ്ഞിന്റെ അച്ഛനാണ് എന്ന ഒരു റെസ്പെക്ട് മാത്രമാണ് എനിക്കുള്ളത് എന്നും പറഞ്ഞ് കുഞ്ഞിനെ എനിക്ക് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാൻ സാധിക്കില്ല, കുഞ്ഞിനെ ഇത്രയും വർഷം ഒറ്റയ്ക്ക് വളർത്തിയത് ഞാനാ, ആ കുഞ്ഞിനെ എനിക്ക് എങ്ങനെ നിങ്ങളുടെ അടുത്ത് ആക്കിയിട്ട് പോകാൻ സാധിക്കുന്നില്ല ചോൻ തർക്കിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന കാസ ഒരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം അവളെ കൂടുതൽ ഞെട്ടിക്കുന്നു. അത് കേട്ട് ചോൻ ആകെ പാടെ തകരുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാനായി നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.